നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 126, ചാപ്റ്റർ നമ്പർ 39. ഒരു പണ്ഡിറ്റിന്റെ നിർവചനം. ഒരു പണ്ഡിതനെ പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നു. എന്റെ ബഹുമാനനായ ഗുരുജി, ഭിവാനി ജില്ലയിലെ, അതായത് ഹരിയാനയിലെ തഹസിൽ ചർക്കി ദാദ്രിയിലെ ബഡ പൈൻറ്റാവാസ് ഗ്രാമത്തിൽ ബ്രാഹ്മണ ജാതിയിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരിക്കലും സ്വയം പണ്ഡിറ്റ് എന്ന് വിളിച്ചിരുന്നില്ല. എന്റെ മുത്തച്ഛൻ ഗുരുജി, എന്റെ ഗുരുജിയുടെ ഗുരു, ചാവ്ല ഗ്രാമത്തിലെ, അതായത് ഡൽഹിയിലെ നജഫ്ഗഡിനടുത്ത് ഒരു ജാട്ടായിരുന്നു. ചെറുപ്പത്തിൽ സന്ത് ഗംഗേശ്വരാനന്ദ്ജിയുടെ സത്സംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഹരിദ്വാറിലേക്ക് പോയി. സന്ത് ഗംഗേശ്വരാനന്ദ്ജി അദ്ദേഹത്തെ പഠനത്തിനായി കാശി വിദ്യാപീഠത്തിലേക്ക് അയച്ചു. മൂർച്ചയുള്ള മനസ്സായിരുന്നു അദ്ദേഹത്തിന്. 4 വിഷയങ്ങളിൽ ആചാര്യ ബിരുദം നേടി. ഇക്കാരണത്താൽ ഒരു ജാട്ടായിരുന്നിട്ടും അദ്ദേഹത്തെ പണ്ഡിറ്റ് ചിദാനന്ദ്ജി എന്ന് അഭിസംബോധന ചെയ്യാറുണ്ടായിരുന്നു. ഗോപാൽപൂർ ഗ്രാമത്തിൽ അദ്ദേഹത്തിന് ഒരു ആശ്രമമുണ്ട്. തഹസിൽ ഗാർഘോഡ, ജില്ല സോനിപത്, സംസ്ഥാനം ഹരിയാന. അതിൽ ഒരു ബോർഡുണ്ട്. പണ്ഡിറ്റ് ചിദാനന്ദ്ജി ഗരീബ് ദാസി ആശ്രമം, ഗോപാൽപൂർ. ചിദാനന്ദ്ജി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഒരു ബ്രാഹ്മണ സഹോദരനും കുറ്റപ്പെടുത്താതിരിക്കാൻ പണ്ഡിറ്റിന്റെ നിർവചനം പറയേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 126, ചാപ്റ്റർ നമ്പർ 40. സുധാമാജി ഒരു പണ്ഡിറ്റായിരുന്നു. സുധാമാജി ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന്റെ കുട്ടികൾ പട്ടിണി കിടന്നിരുന്നു. ദ്വാരകയുടെ രാജാവായ ശ്രീകൃഷ്ണൻ സുധാമാജിയുടെ നല്ല സുഹൃത്താണെന്ന് സുധാമാജിയുടെ ഭാര്യയ്ക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ പലതവണ പ്രേരിപ്പിച്ചു, ദയവായി നിങ്ങളുടെ രാജാവായ സുഹൃത്ത് കൃഷ്ണനോട് കുറച്ച് പണം ചോദിക്കൂ. സുധാമാജി പറയുമായിരുന്നു, ഒരു പണ്ഡിറ്റിന് യാചിക്കുന്നത് യോജിച്ചതല്ല. ദൈവത്തിന്റെ നിയമം മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിതം ഒരാൾ നയിക്കാൻ. അതിനനുസരിച്ചുള്ള ജീവിതം ഗരീബ് ദാസ്ജിയും പ്രസ്താവിച്ചിട്ടുണ്ട്. गरीब नट प्रेरणा कांजर सांसी मांगत है भथियारे, जिनकी भक्ति में लौ लागी वो मोती देत उधारे. गरीब जो मांगे सो भड़ुआ कहिए, दर दर फिरे अज्ञानी. जोगी जोग संपर्ण जाका मांग ना पीवे पानी. പരിഭാഷ. നാട്ട്. ഈ ആളുകൾ ജനങ്ങളുടെ മുന്നിൽ ചില കുസൃതികൾ ചെയ്യുന്നു. ഉദാഹരണം, ഒരു നീണ്ട മുള നിലത്ത് സ്ഥാപിക്കാതെ കയറുക. അത് അസാധാരണവും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ജോലിയായിരുന്നു. ആ നേട്ടം പൂർത്തിയാകുമ്പോൾ കയ്യിൽ ഒരു പാത്രവുമായി അവർ കാണികളോട് പണം ചോദിക്കുന്നു. അതുപോലെ മറ്റു ജാതിക്കാരായ കാനാർ, സാൻസി, ബാത്തിയാരെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ച ശേഷം പണമോ ധാന്യമോ, അതായത് ഗോതമ്പ്, ബാർലി, ചെറുപയർ എന്നിവ ചോദിക്കുന്നു. ഒരു യോഗി, അതായത് ഒരു ഉപാസകൻ, തന്റെ സിദ്ധികൾ, അതായത് ആത്മീയ ശക്തികൾ പ്രകടിപ്പിക്കുന്നതിലൂടെ ശേഖരിക്കുന്നുവെങ്കിൽ പണമോ ധാന്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അവന്റെ ആരാധനാ രീതി സത്യമല്ല. അവൻ ഒരു യഥാർത്ഥ ആരാധകനാണെങ്കിൽ അവൻ തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹത്തിന്റെ മുത്തുകൾ നൽകി സമ്പന്നരാക്കുന്നു. ഇത് ഒരു ആരാധകന്റെ വിധിയിൽ നിന്ന് വേറിട്ട് ഒരാളുടെ ഭാഗത്തു നിന്നുള്ള കടമാണ്. ഒരു സന്യാസി വീട് തോറും പോയി ഭിക്ഷ ചോദിച്ചാൽ അവൻ അജ്ഞനാണ്. അദ്ദേഹത്തിന് വേദാധിഷ്ഠിത ആരാധനാ രീതിയില്ല. അവൻ ഒരു യോഗിയല്ല. അവൻ ഒരു ഭടുവ, പിമ്പനാണ്. ഇവിടെ പിമ്പ് എന്നർത്ഥം ലജ്ജയില്ലാത്തവൻ എന്നാണ്. ആ യോഗിയുടെ ഭക്തി, അതായത് ഭക്തൻ ആരോടും ഒന്നും ചോദിക്കാത്ത പൂർണ്ണനായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉദാഹരണം നൽകിക്കൊണ്ട് മറ്റൊന്നു മാത്രം, അവൻ കുടിക്കാൻ വെള്ളം പോലും ചോദിക്കുന്നില്ല. എന്നാൽ ഭാര്യയുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന പ്രകാരം ബ്രാഹ്മണൻ സുധാമാജി തന്റെ സുഹൃത്തായ ശ്രീകൃഷ്ണജിയുടെ അടുത്തേക്ക് പോയി. ശ്രീകൃഷ്ണജി അദ്ദേഹത്തിന് പ്രത്യേക ആതിഥ്യം നൽകി. ശ്രീകൃഷ്ണൻ ആസ്വദിച്ചു കഴിച്ച ഒരു പിടിയരിയും സുധാമ കൊണ്ടുപോയിരുന്നു. ശ്രീകൃഷ്ണജി സുധാമാജിയുടെ പാദങ്ങൾ കഴുകുക പോലും ചെയ്തു. അദ്ദേഹത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പണ്ഡിറ്റ് സുധാമ പറഞ്ഞു, ദൈവമേ, എനിക്കൊന്നും ആവശ്യമില്ല. അങ്ങയുടെ കൃപയാൽ ഞാൻ എന്നെ തന്നെ നിലനിർത്തുന്നു. ശ്രീകൃഷ്ണനോടൊപ്പം ഒരാഴ്ച താമസിച്ച ശേഷം സുധാമാജി തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു.
ഒരിക്കൽ പോലും പണം ചോദിച്ചില്ല. അവനത് അറിയാമായിരുന്നു. कबीर बिन मांगे मोती मिले, मांगे मिले न भीख, मांगन से मरना भला, यह सतगुरु की सीख. വിവർത്തനം: സമ്പൂർണ്ണ ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾ ഭിക്ഷ ചോദിക്കരുതെന്ന് ദൈവം കബീർ പോലും പ്രസ്താവിച്ചിട്ടുണ്ട്. ഭിക്ഷ ചോദിച്ചാൽ ദൈവത്തിന് ദേഷ്യം വരും. ഭിക്ഷ പോലും കിട്ടുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ഭക്തൻ ഭിക്ഷ യാചിച്ചില്ലെങ്കിൽ ദൈവം അവന്റെ ആഗ്രഹം നിറവേറ്റും. അതായത് മുത്തുപോലെയുള്ള വിലയേറിയ വസ്തു പോലും അവന് നൽകും. ഭിക്ഷ യാചിക്കുന്നതിലൂടെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നുവെന്ന് ഒരു സമ്പൂർണ്ണ ഗുരു ഇത് തന്നെ പഠിപ്പിക്കുന്നു. യാചിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. അർത്ഥം ആത്മഹത്യയല്ല, ആഗ്രഹങ്ങൾ അടക്കിപ്പിടിച്ച് മരിച്ചവനെ പോലെ ജീവിക്കുക എന്നാണ് അതിനർത്ഥം. ശ്രീകൃഷ്ണൻ ഒരു രാജാവായിരുന്നു. തന്റെ സുഹൃത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അദ്ദേഹം വിശ്വകർമാവിനോട് ആജ്ഞാപിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ സുധാമാജിക്കായി ഒരു കൊട്ടാരം പണിയുകയും ധാരാളം സമ്പത്ത് നൽകുകയും ചെയ്തു. പണ്ഡിറ്റ് സുധാമ തന്റെ നീതിയിൽ ഉറച്ചു നിന്നു. അതിന്റെ ഫലമായി അദ്ദേഹം ഇതെല്ലാം നേടി. ഇതിനെ പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നു. യാചിക്കുന്നവനെ പിമ്പ് എന്ന് വിളിക്കുന്നു. ഇതാണ് പണ്ഡിറ്റിന്റെ നിർവചനം. മുന്നോട്ടുള്ള വിഷയം ഇതാണ്: ദീക്ഷ, അതായത് മന്ത്രം സ്വീകരിച്ച ശേഷം ഒരു ഭക്തന് ലോകത്തിലും ദൈവത്തിലും എന്ത് വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്? ഈ വിഷയത്തിൽ ഈ പവിത്ര കബീർ സാഗർ അധ്യായം അനുരാഗ് സാഗർ പരമോന്നത ദൈവം കബീർജി തന്റെ പ്രിയ ആത്മാവായ ധർമ്മദാസ്ജിയോട് ഇത് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 128, ചാപ്റ്റർ നമ്പർ 41, അനുരാഗ് സാഗർ എന്ന അധ്യായത്തിന്റെ സംഗ്രഹം. അനുരാഗ് സാഗർ പേജ് 3 മുതൽ 5 വരെ സംഗ്രഹം. പേജ് 3 മുതൽ ധർമ്മദാസ്ജി പരമോന്നത ദൈവമായ കബീർജിയോട് ചോദ്യം ചോദിച്ചു. ചോദ്യം: പരമാത്മാ ദീക്ഷ സ്വീകരിച്ച ശേഷം പരമാത്മാവിൽ എന്ത് വിശ്വാസമാണ് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടത്? ഉത്തരം: പരമോന്നത പരമാത്മാവ് കബീർജി പറഞ്ഞു, ഒരു മാൻ ശബ്ദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ ശബ്ദം, അതുപോലെ ഒരു ആരാധകൻ പരമാത്മാവിൽ മുഴുകണം. മാനുകളെ പിടിക്കുന്ന ഒരാൾ മാനുകൾക്ക് അത്യധികം ഇഷ്ടമുള്ള ഒരു ഉപകരണത്തിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ മാൻ അതിലേക്ക് നടന്നു വരുന്നു. ശബ്ദം കേൾക്കുന്ന വേട്ടക്കാരന്റെ മുന്നിൽ ഇരിക്കുന്നു. കീഴടങ്ങിക്കൊണ്ട് തല നിലത്ത് വെച്ചു. അവൻ തന്റെ ജീവൻ ബലിയർപ്പിക്കുന്നു. അതുപോലെ ഒരു ശിഷ്യനും ദൈവത്തിന് സമർപ്പിക്കണം. ഒരാൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കണം. രണ്ടാമത്തെ ഉദാഹരണം: ഒരു നിശാശലഭത്തിന് വെളിച്ചം വളരെ ഇഷ്ടമാണ്. ഒരു വിളക്കിലോ മെഴുകുതിരിയിലോ ചൂടുള്ള വൈദ്യുത സ്രോതസ്സിലോ ആകൃഷ്ടനായി അതിന്റെ പ്രിയപ്പെട്ട വസ്തു ലഭിക്കാൻ അത് നേടുക എന്ന ലക്ഷ്യത്തോടെ അതിന്മേൽ വീഴുകയും കീഴടങ്ങുകയും ചെയ്യുന്നു. അതുപോലെ ഒരു ഭക്തൻ പരമാത്മാ പ്രാപ്തിക്കായി സ്വന്തം ജീവൻ ബലിയർപ്പിക്കണം. സമൂഹത്തിന്റെ മതപരമായ ആചാരങ്ങളും മറ്റു വേദവിരുദ്ധ പാരമ്പര്യങ്ങളും ഉപേക്ഷിക്കുന്നതിലും യഥാർത്ഥ ആരാധനാ രീതി പിന്തുടരുന്നതിലും ഒരാൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. എന്ത് ത്യാഗം സഹിച്ചാലും അവരെ നേരിടണം. ഒരാൾ പിന്മാറാൻ പാടില്ല. മൂന്നാമത്തെ ഉദാഹരണം: പണ്ടൊക്കെ ഭാര്യയ്ക്ക് മുൻപ് ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ കൂടെ മരിക്കുമായിരുന്നു. ആ സമയത്ത് നാട്ടുകാരും വീട്ടുകാരും അവളെ ബോധ്യപ്പെടുത്തുന്നു, നിന്റെ കുഞ്ഞു മക്കളുണ്ട്, നീ ഇല്ലാതെ ഇവരെ ആര് പരിപാലിക്കും? അടുത്ത ബന്ധുക്കൾ ആരും തന്നെ ഇവരുടെ ചുമതല ഏറ്റെടുക്കുന്നതല്ല. എപ്പോൾ വരെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു അതുവരെ എല്ലാ ബന്ധുമിത്രാദികൾ അവരെ കണക്കിലെടുക്കുന്നു. ഇതെല്ലാം ഔപചാരികമായി ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ സ്നേഹം അവരവരോട് മാത്രമേ ഉള്ളൂ. നീ ഈ കൊച്ചുകുട്ടികളെ നോക്കുക. കുട്ടികൾ പിതാവിന്റെ മരണത്തിൽ വിലപിക്കുന്നു. അവർ മാതാവിന്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് തടുക്കുന്നു. ആ സ്ത്രീക്ക് അവളുടെ സ്വർണ്ണാഭരണങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ആര് നോക്കും? നീ ഈ കുട്ടികളുടെ കൂടെ തന്നെ വസിക്കുക. പക്ഷെ അവൾ പ്രേമത്തിന്റെ വൈരാഗത്താൽ ആ ചിതയിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്നു. അവൾ പുറകോട്ട് മാറുന്നില്ല. പഴയ കാലത്ത് ഇങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് സതി സമ്പ്രദായം ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് ഇതുപോലെ 1-2 സ്ത്രീകൾ മാത്രമായിരുന്നു. പിന്നീട് ഒരു സമ്പ്രദായം ആയി മാറി. അങ്ങനെ ഭർത്താക്കന്മാരുടെ ഒപ്പം
നിർബന്ധമായി അവരെ ചിതയിൽ സംസ്കരിക്കുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഇതിന് ശക്തമായ സംഘർഷം ചെയ്തു. ഇത് സമാപ്തമാക്കി. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സൻ രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 129. ഈ പറയുന്നതിന് സാരാംശം എന്തെന്നാൽ, ഭാര്യ പതിയുടെ ചിതയിൽ ചാടി മരിക്കുന്നു. അവർ റാം റാം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നു. जगत में जीवन दिनचार का कोई सदा नहीं रहे, यह विचार पति संग चाले कोई कुछ कहे. അർത്ഥം, പണ്ട് കാലത്ത് സ്ത്രീകൾ അവരുടെ പതിയുടെ കൂടെ ജീവനോടെ മരിക്കുന്ന ആ സമയത്ത് അവർക്ക് അവരുടെ പതിയല്ലാതെ മറ്റൊന്നും തന്നെ പ്രിയമല്ലായിരുന്നു. അതായത് സമ്പത്തിന്റെയും ആഭരണങ്ങളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ പോലും എല്ലാം അപ്രസക്തമായിരുന്നു. അവരുടെ ധാരണ ഈ ലോകത്ത് ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും. ലോകം എന്തു തന്നെ പറഞ്ഞാലും അവർ ആരെയും കൂട്ടാക്കിയിരുന്നില്ല. ഈ ധാരണയിൽ അവർ മരിക്കുന്നു. ഈ സമ്പ്രദായം അന്ന് വളരെയധികം മഹത്വവൽക്കരിച്ചിരുന്നു. പിന്നീട് അഭ്യസ്തവിദ്യരായ ജനങ്ങൾ വന്നതിന് ശേഷം ഇതെല്ലാം അവസാനിപ്പിച്ചു. ഭക്തിയുടെ ദൃഢത കാണിക്കാൻ വേണ്ടി ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇത്രയും ദൃഢത തന്നെ പരമാത്മാ പ്രാപ്തിക്കു വേണ്ടി നാം പ്രവർത്തിക്കേണ്ടതാണ്. ലോക ജനതയുടെ അഭിപ്രായത്തിൽ നാം ശ്രദ്ധ നൽകാതെ ഭക്തി എന്ന ഒറ്റ ലക്ഷ്യത്തിൽ ദൃഢമായി നിൽക്കേണ്ടതാണ്. മര്യാദ പാലിക്കുകയും വേണം. താഴെ കൊടുത്തിരിക്കുന്ന വാണിയിൽ ഇക്കാര്യം തന്നെ വ്യക്തമായി സ്പഷ്ടമാക്കിയിരിക്കുന്നു. അതായത് കേവലം പരമാത്മാ ഭക്തിയിൽ മാത്രം ലക്ഷ്യം വയ്ക്കുക. ഹേ ധർമ്മദാസ്, ഇപ്രകാരം ഒരു ഭക്തന്റെ ഭക്തി ഉണ്ടാകണം. ऐसे ही जो सत्पुरुष लौ लावे, कुल परिवार सब बिसरावे, नारी सुत का मोह न आने, जगत रू जीवन स्वपन कर जाने, जग में जीवन थोड़ा भाई, अंत समय कोई नहीं सहाई, बहुत प्यारी नारी जग मांगी, मात पिता जाके सम नाही, तेही कारण नर शीश जो देही, अंत समय सो नहीं संग देही, चाहे कोई जले पति के संगा, फिर दोनों बने कीट पतंगा, फिर पशु पक्षी जन्म पावे, बिन सद्गुरु दुहक कौन मिटावे, ऐसी नारी बहु तेरी भाई, पति मरे तब रुधन मचाई, काम पूर्ति की हानि विचारे, दिन तेरा ऐसे पुकारे, निज स्वार्थ को रोदन करही, तुरंत ही खसम दूसरों करही, सुत परिजन धन स्वपन स्नेही, सत्य नाम गहु निज मति यही, सुतन सम प्रिय और न आना, सो भी संग नहीं चलत निदाना, ऐसा कोई ना दिख भाई, अंत समय में हुए सहाई, आदि अंत का सखा भुलाया, झूठे जग नातों में फिरे उमाह्या, अंत समय जम दूत गला दबावे, ता समय कहो कौन छुड़ावे, सतगुरु है एक छुड़ावन हारा, निश्चय कर मानहु कहा हमारा, काल को जीत हंस ले जाही, अविचल देश जहां पुरुष रहा ही, जहां जाए सुख होय अपारा, बहुर ना आवे इस संसारा, ऐसा दंड मता कराही, जैसे सूरा लेत लड़ाई, टूक टूक हो मरे रन के मानही, उठा कदम कभू हटावे नानही, जैसे सती पति संग जरही, ऐसा दंड निश्चय जो करही, साहिब मिले जग कीर्ति हुई, विश्वास कर देखो कोई, हम है राह बतावन हारा, माने बचन भव उतरे पारा, छल कपट हम नहीं कराही, निस्वार्थ परमार्थ करे भाई, जीव एक जो शरण पुरुष की जावे, प्रचारक को घना पुण्य पावे, कोटि धेनु जो कटत बचाई, एता धर्म मिले प्रचारक तान्ही, लावे गुरु शरण दीक्षा दिलावे, आपा ना थापे सब कुछ गुरु को बतावे, जो कोई प्रचारक गुरु बनी बैठे, परमात्मा रूठे काल कान ऐठे, लाख 28 झूठे गुरु रोवे, परे नरक में ना सुख सोवे, अब कहे हैं भूल भई भारी, हे सतगुरु सुध लेवो हमारी, बोए बबूल आम कहाँ खाई, कोटि जीवन को नरक पठाई, ऐसी गलती ना करहूं सुजाना, सत्य वचन मानो प्रमाना. അർത്ഥം, മേൽ പറഞ്ഞ വാണിയിൽ പറയുന്നത്,
എപ്പോഴാണോ മകൻ യുവാവായി വിവാഹം കഴിക്കുന്നത്, വിവാഹശേഷം മാതാപിതാക്കളെക്കാൾ കൂടുതൽ അടുപ്പം ഭാര്യയോട് വളർത്തിയെടുക്കുന്നു. അപ്പോൾ അവൻ തന്റെ കുട്ടികളോട് വാത്സല്യം വളർത്തുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ അവനോടൊപ്പം പോകില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 130. കുറച്ചു കാലത്തിന് ശേഷം, അതായത് മരണത്തിന്റെ 13-ാം ദിവസത്തെ ആചാരത്തിന് ശേഷം, അവൾ തന്റെ ഭർത്താവിന്റെ ഇളയ സഹോദരനോടോ ജ്യേഷ്ഠനോടോ വിവാഹ നിശ്ചയം നടത്തുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അവൾ ഭർത്താവിനെ പൂർണ്ണമായും മറക്കുന്നു. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനൊപ്പം ജീവനോടെ കത്തിച്ചാൽ അടുത്ത ജന്മത്തിൽ അവർ രണ്ടുപേരും മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ ജീവിതത്തിൽ അലയുകയാണ്. ഒരു പുരുഷൻ സ്വയം ശിരച്ഛേദം ചെയ്യപ്പെടുന്നു. ഭാര്യ ആരെങ്കിലും ഒരാളുടെ ഭാര്യയെ ദുരുദ്ദേശത്തോടെ നോക്കുകയും വിലക്കപ്പെട്ടിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്താൽ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി വഴക്കിട്ട് മരിക്കും. അതേ ഭാര്യ ഭർത്താവിന്റെ മരണശേഷം മറ്റൊരു പുരുഷനുമായി ഒന്നിക്കുന്നു. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരിക്കാം, പക്ഷേ ഒരു ഭക്തന് ഇതൊരു ശക്തമായ പാഠമാണ്. അതുപോലെ ഒരാളുടെ ഭാര്യ മരിച്ചാൽ അവൻ കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരു ഭാര്യയെ കൊണ്ടുവരുന്നു. ഒരു ഭാര്യ തന്റെ വീടിനെയും സഹോദരനെയും സഹോദരിയെയും അമ്മയെയും പിതാവിനെയും ഭർത്താവിനു വേണ്ടി ഉപേക്ഷിക്കുന്നു. ഭാര്യയുടെ മരണശേഷം ഭർത്താവ് സ്വാർത്ഥതയിൽ നിലവിളിക്കുന്നു. എന്നാൽ മറ്റുള്ളവർ അവനോട് വീണ്ടും വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എല്ലാം മറന്ന് അയാൾ വീണ്ടും വിവാഹത്തിന് തയ്യാറെടുക്കുന്നു. എല്ലാ ബന്ധങ്ങളും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണെന്നതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഭക്തി ചെയ്തുകൊണ്ട് വാർദ്ധക്യവും മരണവുമില്ലാത്ത ആ സത്യലോകത്തേക്ക് വരും. കൂടാതെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹേ ഭക്തരെ, ഒരു മനുഷ്യൻ തന്റെ ശരീരത്തേക്കാൾ പ്രിയപ്പെട്ടതായി ഒന്നും കരുതുന്നില്ല. ശരീരത്തിന്റെ സംരക്ഷണത്തിനായി എന്റെ ശരീരം രക്ഷിക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിക്കാമെന്ന് കരുതി ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്കായി ചെലവഴിക്കുന്നു. ഒരാളുടെ പക്കൽ പണമില്ലെങ്കിൽ അതേ വീക്ഷണത്തോടെ ഒരാൾ തന്റെ സ്വത്ത് വിൽക്കുകയും ഒരാളുടെ ശരീരം രക്ഷിക്കുകയും ചെയ്യുന്നു. പരമോന്നത ദൈവം കബീർജി വിശദീകരിച്ചു. ഹേ ധർമ്മദാസ്, स्वतनु संप्रिय और न आना, सो भी संग न चलत निदाना. പരിഭാഷ: ഒരാളുടെ ശരീരത്തെക്കാൾ പ്രിയപ്പെട്ടതായി ഒന്നുമില്ല, എന്നാൽ ആ ശരീരം പോലും നിങ്ങളോടൊപ്പം പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടേത് മറ്റേത് വസ്തുവാണെന്ന് കണക്കാക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തെ മറന്നിരിക്കുകയും ചെയ്യുന്നു. മുഴുവൻ സമ്പത്തും ബന്ധുക്കളും ഒരു സ്വപ്നം പോലെ നിങ്ങളോടൊപ്പമുണ്ട്. പരമോന്നത ദൈവം കബീർജി പ്രസ്താവിച്ചു, എന്റെ അഭിപ്രായത്തിൽ ഒരു സമ്പൂർണ്ണ സന്യാസിയിൽ നിന്ന് സത്യനാമം, യഥാർത്ഥ ആരാധനയുടെ മന്ത്രം സ്വീകരിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ ക്ഷേമം നേടുക. നിങ്ങൾ ഈ സ്വപ്നത്തിൽ ലോകത്തിൽ ഇരിക്കുന്നത് വരെ, അതുവരെ കാണുമ്പോൾ ഈ സ്വപ്നം ഒരു സമ്പൂർണ്ണ സന്യാസിയുടെ അഭയം പ്രാപിച്ച് സത്യമന്ത്രം, സത്യനാമം സ്വീകരിച്ച് മോക്ഷം പ്രാപിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഈ ജീവിതത്തിന്റെ ട്രെയിനിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റ് നിങ്ങളുടെ നഗരമാണ്. നിങ്ങൾ താമസിക്കുന്ന ബർത്ത് ഇരിപ്പിടമാണ് നിങ്ങളുടെ കുടുംബം. ആരുടെ യാത്ര അവസാനിച്ചാൽ അവർ അതാത് സ്റ്റേഷനിൽ ഇറങ്ങും. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥയും. അതുപോലെ യാത്രക്കാർക്കും അറിയാം തങ്ങൾ ചുരുങ്ങിയ കാലത്തേക്ക് കൂട്ടാളികളാണെന്ന്. പരിഷ്കൃതരായ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ യാത്ര അവർ പരസ്പരം സഹായിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ മനുഷ്യജീവിതം നാം ചിലവഴിക്കണം. സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ, അതായത് നമ്മുടെ ശരീരം എപ്പോൾ ഉപേക്ഷിക്കും, അപ്പോൾ അത് എന്താണെന്ന് കണ്ടെത്തും. ആ കുടുംബവും നാം പാഴാക്കിയ സമ്പത്തും നമ്മുടെ അമൂല്യമായ ജീവിതം, മരണസമയത്ത് യമന്റെ ദൂതന്മാർ നിങ്ങളെ ഞെരുക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ദൈവമല്ലാതെ മറ്റാരും ലോകത്തിലില്ല. സമ്പൂർണ്ണ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച വ്യക്തിയെ മാത്രമേ പരമോന്നത ദൈവം സഹായിക്കൂ. പരമാത്മാവ് ആ സദ്ഗുരുവിന്റെ രൂപത്തിൽ ശിഷ്യരെ സഹായിക്കുന്നു. അതിനാൽ സദ്ഗുരുവിന്റെ അഭയസ്ഥാനത്ത് വന്നതിന് ശേഷം ഒരു മാൻ 2 നിശാശലഭം, 3 സതി, 4 യോദ്ധാവ് എന്നിവയാൽ വികസിപ്പിച്ചെടുക്കുന്നത് പോലെ അറിവുള്ള ഒരു ആരാധകൻ പരമാത്മാവിൽ വളരെയധികം താല്പര്യം വളർത്തിയെടുക്കണം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 131. ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറുന്നില്ല. കഷ്ണങ്ങളായി മുറിച്ച് തറയിൽ വീഴുന്നതാണ് നല്ലതെന്ന് യോദ്ധാക്കൾ കരുതുന്നു. അവർ ഒരിക്കലും അവരുടെ ചുവടുകൾ പിൻവലിക്കില്ല. പുരാണങ്ങളിലും ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2-ാം ശ്ലോകത്തിലും 38-ാം ശ്ലോകത്തിലും ഇങ്ങനെ പറയുന്നു:
അർജുൻ ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അയാൾക്ക് സ്വർഗാനുഭൂതി ലഭിക്കും. ഭക്തിയുടെ പാതയിൽ മല്ലിടുമ്പോൾ ഒരു ഭക്തൻ ഭക്തി ചെയ്യുകയും ശരീരം ഉപേക്ഷിക്കുകയും ചെയ്താൽ അവൾ സത്ലോകത്തിന്റെ ആനന്ദ സാഗരത്തിൽ എന്നേക്കും സന്തുഷ്ടനാകുന്നു. ജനന മരണ പ്രതിസന്ധി എന്നേക്കുമായി അവസാനിക്കുന്നു. നമ്മൾ ഭൂമിയിൽ ജനിച്ചതുപോലെ ആരുടെ വീട്ടിൽ മകനോ മകളായോ ജനിക്കുമെന്ന് നമ്മൾക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ ആരെ വിവാഹം കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു. നമ്മൾക്ക് ഒരു മകനോ മകളോ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ പ്രതീതിയുടെ ഫലമായി ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹവും അടുപ്പവും വളർത്തി. ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആരും മരിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കാലബ്രഹ്മന്റെ ഈ ലോകത്തിൽ ആരും എന്നേക്കും ജീവിക്കുകയില്ല. ആരും മരിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കാലബ്രഹ്മന്റെ ഈ ലോകത്തിൽ ആരും എന്നേക്കും ജീവിക്കുകയില്ല. താമസിയാതെ അല്ലെങ്കിൽ പിന്നീട് എല്ലാവരും ഓരോരുത്തരായി മരിക്കും. ജീവിതകാലം മുഴുവൻ നാം സ്വരൂപിച്ച സമ്പത്ത് ഇവിടെ അവശേഷിക്കും. ഒരു ആത്മാവ് വെറും കൈയോടെ പോകും. എന്നാൽ ഒരു സമ്പൂർണ്ണ സന്യാസിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് യഥാർത്ഥ നാമം മന്ത്രം ചെയ്യുന്ന ഒരാൾ സത്യലോകത്തേക്ക് പോകും. അവിടെ ഭൂമിയിൽ ജനിക്കുന്നത് പോലെ ഒരാൾ ജനിക്കും. സമാനമായ രീതിയിൽ ഒരു കുടുംബം രൂപീകരിക്കും. അവിടെ ഒരു ജോലിയും ചെയ്യേണ്ടതില്ല. ഭക്ഷ്യയോഗ്യമായ എല്ലാ വസ്തുക്കളും സത്യലോകിൽ സമൃദ്ധമായി ലഭ്യമാണ്. നിത്യഹരിത സസ്യങ്ങൾ, മരങ്ങൾ, പൂന്തോട്ടങ്ങൾ, ഉണങ്ങിയ പഴങ്ങൾ, കശുവണ്ടി, ഉണക്കമുന്തിരി, മാനുക, ഉണക്കമുന്തിരി മുതലായവ. പാലിന്റെ സമുദ്രങ്ങൾ അവിടെയുണ്ട്. സത്ലോകിൽ വാർദ്ധക്യമോ മരണമോ ഇല്ല. ഇതിനെ അക്ഷയമോക്ഷം, നിത്യമോക്ഷം എന്ന് വിളിക്കുന്നു. ഗീത അധ്യായം 18 ശ്ലോകം 62, അധ്യായം 15 ശ്ലോകം 4 എന്നിവയിൽ പരാമർശിച്ചിരിക്കുന്ന സമ്പൂർണ്ണ മോക്ഷമെന്നും നൈഷ്കർമ്മ സിദ്ധി എന്നും വിളിക്കപ്പെടുന്ന സിദ്ധി, മോക്ഷത്തിന്റെ ശക്തി എന്നും ഗീത അധ്യായം 3 ശ്ലോകം 4, അധ്യായം 18 ശ്ലോകം 49 മുതൽ എന്നിവയിൽ പരാമർശിക്കപ്പെടുന്നു. ശ്ലോകം 62 വരെ. ഈ കാലബ്രഹ്മന്റെ 21 ബ്രഹ്മാണ്ടങ്ങളുടെ പ്രദേശത്ത്, അതായത് ജ്യോതി നിരഞ്ജനിൽ എല്ലാ ജീവജാലങ്ങളും ജോലി ചെയ്തുകൊണ്ട് ഭക്ഷണം നേടുന്നു. സത്യലോകിൽ ഇങ്ങനെയല്ല. ജോലിയൊന്നും ചെയ്യാതെ സുഖ സൗകര്യങ്ങളെല്ലാം അവിടെ ലഭ്യമാണ്. ഉദാഹരണത്തിന്, തോട്ടത്തിൽ പഴങ്ങൾ നിറഞ്ഞ മരങ്ങളും വള്ളികളുമുണ്ട്. ഒരു പഴം പറിച്ചു തിന്നുക. എല്ലാ തരം ധാന്യങ്ങളും ഇതുപോലെ കൃഷി ചെയ്യുന്നു. അവ നിത്യഹരിതമാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ളതെന്തും സൃഷ്ടിച്ച് ഭക്ഷിക്കാം. അവിടെ ഭക്ഷണം പാകം ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് കഴിക്കണം അത് അടുക്കളയിൽ സൂക്ഷിക്കുക. അത് യാന്ത്രികമായി തയ്യാറാക്കപ്പെടും. പരമാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ സത്ലോകം നിത്യസ്ഥാനം നേടുന്നതിന് നിങ്ങൾ ഒരു സതിയെയും യോദ്ധാവിനെയും പോലെ സ്വയം ത്യാഗം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന്, അതായത് സമ്പൂർണ്ണ മോക്ഷം നേടുന്നതിന് ഈ ലോകത്തിലെ എല്ലാ പ്രോത്സാഹനങ്ങളും ആനുകൂല്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അവ ഉടനടി ഉപേക്ഷിച്ച് നിങ്ങളുടെ മന്ത്രം ചൊല്ലുന്നതിൽ മുഴുകുക. ഒരാൾ സദ്ഗുരുവിന്റെ അഭയം നേടിയില്ലെങ്കിൽ ഒരാളുടെ മരണസമയത്ത് യമന്റെ, മരണദേവന്റെ ദൂതന്മാർ ഭക്തിയില്ലാത്തൊരു വ്യക്തിയെ ഞെരുക്കും. യമന്റെ, മരണദേവന്റെ സന്ദേശവാഹകരിൽ നിന്ന് ഒരു വ്യക്തിയെ മോചിപ്പിക്കാൻ കുടുംബത്തിലെ ഒരു അംഗത്തിനും കഴിയില്ല. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സദ്ഗുരു മാത്രമേ സഹായിക്കൂ. അതിനാൽ പരമോന്നത ദൈവം കബീർജി പ്രസ്താവിച്ചു, अंत समय जम दूत गला दबावे, ता समय कहो कौन छुड़ावे, सतगुरु एक छुड़ावन हारा, निश्चय कर मानू कहा हमारा. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത്രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 132. വിവർത്തനം മുകളിൽ ചെയ്തു. ഒരു ഭക്തൻ അറിവ് മനസ്സിലാക്കി ദീക്ഷ സ്വീകരിച്ച ശേഷം അറിവിന്റെ ചർച്ചയിലൂടെയും യഥാർത്ഥ അറിവിന്റെ പ്രചാരണത്തിലൂടെയും നിരപരാധികളും വഴിതെറ്റിക്കപ്പെട്ടവരുമായ മറ്റ് ജീവജാലങ്ങളെ സദ്ഗുരുവിന്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുവന്ന് ദീക്ഷ നൽകിയാൽ അയാൾക്ക്, അവൾക്ക് പുണ്യം ലഭിക്കും. ഒരു കശാപ്പുകാരനാൽ കൊല്ലപ്പെടുന്ന 1 കോടി പശുക്കളെ ഒരാൾ രക്ഷിക്കുന്നു. ഒരു മനുഷ്യജീവന് എത്രമാത്രം വിലപ്പെട്ടതാണ്. അത് എണ്ണമറ്റ പുണ്യങ്ങളുടെ ഫലമായാണ് ലഭിക്കുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹത്തിൽ ഒരു വിഡ്ഢി പ്രചാരകൻ സ്വയം ദീക്ഷ കൊടുക്കാൻ തുടങ്ങിയാൽ അവൾ വലിയ പാപിയാണ്. പരമോന്നത ദൈവം അവളോട് കോപിക്കുന്നു. കശാപ്പ് ഒരു ആടിനെയോ ബില്ലി ആടിനെയോ എടുക്കുന്നത് പോലെ അവരുടെ ചെവിയിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കാലൻ അവനെ അല്ലെങ്കിൽ അവളെ കൊണ്ടുപോകുന്നു. കബീർ സാഗറിലെ അധ്യായം അംബു സാഗർ പേജ് 48 അതിനുള്ള തെളിവുകളുണ്ട്. तब देखा दूतन कहे जाई,
84 तहाँ कुंड बनाई, कुंड कुंड बैठे यमदूता, देत जीवन कहे कष्ट बहुता, तहाँ जाए हम ठाड़ खड़े रहावा, देखत जीव विनय बहुत लावा. തെറ്റായ കടിഹാറിന്റെ അവസ്ഥ. വ്യാജ സദ്ഗുരു. पड़े मार जीव करे बहु शोरा, बांध बांध कुंडन में बोरा, लाख 28 पड़े कड़िहारा, बहुत कष्ट तहाँ करत पुकारा, हम भूले स्वार्थ संगी, अब हमरे नाही अर्धगी, हम तो जरत है अग्नि मंझारा, अंग अंग सब जरत हमारा, कौन पुरुष अब राखे भाई, करत गुहार चक्षु ढल जाई. ജ്ഞാനിയുടെ കബീർജി പ്രസ്താവന. करुणा देख दया दिल आवा, अरे दूत त्रास भास दिखावा, ഈ വാണി കെട്ടിച്ചമച്ചതാണ്, യഥാർത്ഥ വാണി താഴെ. दुर्दशा देख दया दिल आवा, अरे दूत तुम जीवन भ्रमावा, जीव तो अचेत अज्ञाना, वाको काल जाल तुम बंधाना, 84 दूतन कहे बांधा, शब्द दौड़ 14 यम सांधा, तब हम सबहन कहे मारा, तुम हो जालिम बटपारा, हमरे भक्तन को तुम भ्रमावा, पल पल सुरती जीवन डिगावा, गही चोटी दूत घसी आए, यमरू दूत विनय तब लाए, ദൂതിന്റെ വ്യാജ ഗുരുക്കന്മാരായി മാറിയ വചനം. चुक हमारी क्षमा कर दीजे, मन माने तस आज्ञा कीजे, हम तो धनी काल कहे जस कीन्हा, सो वचन मान हम लीन्हा, अब नहीं जीव तुम्हारा भ्रमावे, हम नहीं कभू गुरु कहावे. ജ്ഞാനിയുടെ അതായത് കബീർജി പ്രസ്താവന. सुन ज्ञानी बहुते हंसाई, दूतन दुष्ट बंध न छोड़ो जाई, पल एक जीवन सुख दीना, तब संसार गमन हम कीन्हा. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 133. അർത്ഥം: കാലനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രശസ്തിയുടെ അത്യാഗ്രഹത്തിൽ വ്യാജ സദ്ഗുരുമാരായി നിരപരാധികളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുമെന്ന് പരമോന്നത ദൈവം കബീർജി പറഞ്ഞു. അവരെയും നരകത്തിലാക്കി പീഡിപ്പിക്കുന്നു. അവരുടെ ശിഷ്യന്മാരും അതേ നരകത്തിൽ എറിയപ്പെടുന്നു. മാനത്തിനും ശ്രേഷ്ഠതയ്ക്കും വേണ്ടിയുള്ള അത്യാഗ്രഹത്താൽ കപട കദിഹാർ എന്നാൽ ഈ ലോകത്ത് നിന്ന് ഒരാളെ പുറത്തെടുക്കുന്നവൻ, അതായത് സദ്ഗുരു ആയിത്തീർന്ന സ്വയം മഹത്വപ്പെടുത്തിയ ആ നരകത്തിന് സമീപം ഞാൻ ചെന്നപ്പോൾ ലക്ഷക്കണക്കിന് ശിഷ്യരെ ഉണ്ടാക്കി അവർ ആ ശിഷ്യന്മാരെയും കൂടെ നരകത്തിലേക്ക് കൊണ്ടുവന്നു. പരമോന്നത ദൈവത്തിന്റെ നിയമം അനുസരിച്ച് കുറ്റവാളികളായതിനാൽ അവരും നരകത്തിൽ കിടക്കുകയായിരുന്നു. ആ നരകത്തിൽ വലിയ ടാങ്കുകളുണ്ട്. എല്ലാ ടാങ്കുകളിലും ആത്മാക്കൾ കിടക്കുന്നു. യമന്റെ സന്ദേശവാഹകർ അവരെ പീഡിപ്പിക്കുന്നു. എന്നെ കണ്ട് 28 ലക്ഷം വ്യാജ സദ്ഗുരുക്കൾ എന്നോട് അഭ്യർത്ഥിച്ചു, ദയവായി ഞങ്ങളെ രക്ഷിക്കൂ ഭഗവാനെ. കാരണം അവരെ നരകത്തിൽ അടിക്കുന്ന യമന്റെ എല്ലാ ദൂതന്മാരും പരമദൈവമായ കബീർജിയുടെ ശക്തിക്ക് മുന്നിൽ വിറയ്ക്കാൻ തുടങ്ങി. ഇക്കാരണത്താൽ ആ വ്യാജ സദ്ഗുരുമാർക്ക് ഇത് പരമോന്നത ശക്തികളുള്ള ദൈവമാണെന്ന് തോന്നി. പരമോന്നത ദൈവം കബീർജി പറഞ്ഞു, നിങ്ങൾ നിരപരാധികളെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ സ്വയം സമ്പൂർണ്ണ സദ്ഗുരുവാണെന്ന് തെളിയിച്ചു. ദീക്ഷ നൽകാനുള്ള അധികാരം നിങ്ങൾക്കില്ലെന്നും സമ്പൂർണ്ണ മോക്ഷത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കില്ലെന്നും നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങളുടെ സ്വയം പലിശ നിങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ വിലപ്പെട്ട ജീവൻ നശിപ്പിച്ചു. അവർ കാലന്റെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. പിന്നെ ഞാൻ ആ ദൂതന്മാരെയും കാലുണ്ടാക്കിയ കദീഹാർ യമന്റെ മറ്റു ദൂതന്മാരെയും അടിച്ചു. ഞാൻ അവരെ അവരുടെ മേൽക്കെട്ടുകളാൽ വലിച്ചിഴച്ചു. അപ്പോൾ വ്യാജ സദ്ഗുരുക്കൾ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ യജമാനനായ കാലബ്രഹ്മന്റെ കൽപ്പനകൾ അനുസരിച്ചു. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. ഞാൻ പരമാത്മാ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കില്ല. ആ വ്യാജ ഗുരുക്കളുടെ ശിഷ്യരായി ജീവിതം നശിപ്പിച്ച ആത്മാക്കളും അവരോടൊപ്പം ആ നരകത്തിൽ കിടന്നു. ഞാൻ പരമോന്നത ദൈവം കബീർജി അവിടെ നിൽക്കുന്നത് വരെ ആ ആത്മാക്കൾ നരകയാതന അനുഭവിച്ചിരുന്നില്ല. ഇങ്ങനെ കുറച്ചു കാലത്തേക്ക് അവർക്ക് ആശ്വാസം നൽകി. ഞാൻ അവിടെ നിന്നും യാത്രയായി ഈ ലോകത്തേക്ക് വന്നു. ഞാൻ പോയതിനു ശേഷം ആ വ്യാജ ഗുരുക്കന്മാരും അവരുടെ വിഡ്ഢികളായ ശിഷ്യന്മാരും വീണ്ടും നരകത്തിന്റെ ക്രൂരതകൾ അനുഭവിക്കാൻ തുടങ്ങി. അതിനാൽ പ്രസ്തുത വാണിയിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: പരിചാരകൻ സ്വയം ഗുരുവായി തീർന്നാൽ പരമാത്മാവ് അവനോട് അവളോട് കോപിക്കും. കാലൻ അവളുടെ ചെവി വലിച്ചെടുക്കും, അതായത് ദുഃഖമുണ്ടാക്കും.
അവരെ അതുകൊണ്ട് മാന്യരെ ഒരിക്കലും ഈ തെറ്റ് ചെയ്യരുത്. എന്റെ വാക്കുകൾ ആധികാരികമാണെന്ന് കരുതുക.